കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തിയിരിക്കുകയാണ് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദനും സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളിയും തമ്മിലുള്ള പരസ്യമായ വാക്പോര്. ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങളെയും തുടർഭരണ സാഹചര്യങ്ങളെയും മുൻനിർത്തി സച്ചിദാനന്ദൻ നടത്തിയ നിരീക്ഷണങ്ങളാണ് ഈ തർക്കങ്ങളുടെ കേന്ദ്രബിന്ദു. സച്ചിദാനന്ദന്റെ നിലപാടുകൾക്കെതിരെ കടുത്ത ഭാഷയിൽ കരിവെള്ളൂർ മുരളി രംഗത്തെത്തിയതോടെ ഇത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് എന്നതിലുപരി ഭരണപക്ഷവും സാംസ്കാരിക നായകരും തമ്മിലുള്ള പ്രത്യയശാസ്ത്ര പോരാട്ടമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ചത് പാർട്ടിയുടെ ഘടനയിലും പ്രവർത്തന ശൈലിയിലും മാറ്റങ്ങൾ വരുത്തിയെന്നും ഇത് മാർക്സിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനത്തിന് കാരണമായെന്നുമാണ് സച്ചിദാനന്ദൻ ഉയർത്തിയ പ്രധാന വിമർശനം. CPIM നശിക്കാതിരിക്കണമെങ്കിൽ അവർക്ക് തുടർഭരണം ലഭിക്കരുത് എന്ന തരത്തിലുള്ള MN കാരശ്ശേരിയുടെ വിചിത്രമായ വാദങ്ങളോട് സച്ചിദാനന്ദൻ ചേർന്നു നിൽക്കുന്നു എന്നതാണ് കരിവെള്ളൂർ മുരളിയെ പ്രകോപിപ്പിച്ചത്. കോൺഗ്രസ് BJPയിലേക്ക് പോകാതിരിക്കാൻ അവർക്ക് വോട്ട് ചെയ്യണമെന്ന വാദം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കരിവെള്ളൂർ മുരളി ആരോപിക്കുന്നുണ്ട്. സച്ചിദാനന്ദനെയും സാറാ ജോസഫിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് കരിവെള്ളൂർ മുരളി ഉന്നയിച്ച വിമർശനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി. അദ്ദേഹത്തിന്റെ പ്രധാന വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ നിലപാടുകളാണ് സച്ചിദാനന്ദനെ പോലെയുള്ളവർ സ്വീകരിക്കുന്നത്. കോൺഗ്രസിനെ അധികാരത്തിലേറ്റുക എന്നത് ഒരു വലിയ ഗൂഢപദ്ധതിയുടെ ഭാഗമാണ്. സുനിൽ കനകോലുവിനെ പോലെയുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ കോടികൾ വാങ്ങി രൂപകൽപ്പന ചെയ്യുന്ന തിരക്കഥയിൽ സാംസ്കാരിക നായകർ അറിയാതെ വീണു പോവുകയാണ്. ഇന്ത്യയിൽ ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന യാഥാർത്ഥ്യം സച്ചിദാനന്ദൻ മറന്നുപോകുന്നുമുണ്ട്. ഫാസിസത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്ന ഇടതുപക്ഷത്തെ സർക്കാർ ശ്രമിക്കുന്നത് ആത്യന്തികമായി RSS പോലുള്ള ശക്തികൾക്ക് ഗുണകരമാകുമെന്നും മുരളി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തന്റെ പ്രസംഗങ്ങളിലും എഴുത്തിലും യുക്തിയും ഓർമ്മയും നഷ്ടപ്പെടുന്നുവെന്ന് സച്ചിദാനന്ദൻ തന്നെ അടുത്ത കാലത്ത് സമ്മതിച്ചിട്ടുണ്ടെന്നും ഈ പുതിയ പ്രസ്താവനകളെ ആ അർത്ഥത്തിൽ മാത്രമേ കാണാൻ കഴിയൂവെന്നും മുരളി പരിഹസിച്ചു. ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായി സച്ചിദാനന്ദനും സാറാ ജോസഫും മാറുന്നത് ലജ്ജാകരമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പദവികളല്ല, നിലപാടുകളാണ് വലുത്. വിമർശനങ്ങൾ കടുത്തതോടെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് സച്ചിദാനന്ദൻ മറുപടിയായി രംഗത്തെത്തി. ആധുനിക മാർക്സിസ്റ്റ് ചിന്തകനായ ജാക്വസ് റാൻസിയറെ ഉദ്ധരിച്ചാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയത്. അധികാരം എന്നത് കേവലം ഭരണം മാത്രമല്ല, അത് സമൂഹത്തിലെ അദൃശ്യരും ശബ്ദമില്ലാത്തവരുമായ മനുഷ്യരെ കേൾക്കാൻ കൂടിയാണ്. ദരിദ്രരെയും ന്യൂനപക്ഷങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശക്തിപ്പെടുത്തുന്നതാകണം യഥാർത്ഥ ഇടതുപക്ഷ രാഷ്ട്രീയം. ഉപരി മധ്യവർഗത്തെ മാത്രം സന്തോഷിപ്പിക്കുന്ന വികസന മോഡലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല. വികസനം എന്നത് കേവലം വലിയ കെട്ടിടങ്ങളോ പദ്ധതികളോ അല്ല, മറിച്ച് സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതാകണം. തന്നെ വിമർശിക്കുന്ന സൈബർ വിഡ്ഢികൾക്ക് തന്റെ ചരിത്രം അറിയില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചതും കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. താൻ ഒരു പദവിക്കും പിന്നാലെ പോയിട്ടില്ലെന്നും സർക്കാരിന്റെ ഔദാര്യമല്ല തന്റെ പദവിയെന്നും അദ്ദേഹം പരോക്ഷമായി വ്യക്തമാക്കിയുണ്ടായി. ഈ തർക്കം കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതല്ല, ഇത് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർക്കിടയിലുള്ള വ്യക്തമായ രണ്ട് ചേരിതിരിവുകളെ കാണിക്കുന്നുണ്ട്. സച്ചിദാനന്ദനെ പോലെയുള്ളവർ ഇടതുപക്ഷത്തെ സ്നേഹിക്കുമ്പോൾ തന്നെ അതിന്റെ പോരായ്മകളെയും അധികാര പ്രമത്തതയെയും വിമർശിക്കണമെന്ന് വിശ്വസിക്കുന്നുമുണ്ട്. അധികാരത്തിന്റെ കേന്ദ്രീകരണം പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റുമെന്ന ഭയമാണ് ഇവരെ നയിക്കുന്നത്. കരിവെള്ളൂർ മുരളിയെ പോലുള്ളവർ വിശ്വസിക്കുന്നത് വലതുപക്ഷ ശക്തികൾ വളരുന്ന ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന ഏത് വിമർശനവും ശത്രുക്കൾക്ക് ആയുധമാകുമെന്നാണ്. അതിനാൽ തന്നെ ഇത്തരം വിമർശനങ്ങൾ ഗൂഢാലോചനയായി അവർ കാണുന്നു. ഈ വിവാദം അക്കാദമികളുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. സർക്കാർ നൽകിയ പദവിയിലിരുന്ന് സർക്കാരിനെതിരെ സംസാരിക്കുന്നത് രാഷ്ട്രീയ മര്യാദയല്ലെന്ന വാദം ഇടതുപക്ഷ അനുകൂലികൾക്കിടയിൽ ശക്തമാണ്. എന്നാൽ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരാകണം എന്ന വാദത്തിന് സച്ചിദാനന്ദൻ നൽകുന്ന മറുപടി വലിയ പിന്തുണയും നേടുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ നടക്കുന്ന അശ്ലീലം കലർന്ന ആക്രമണങ്ങൾക്കെതിരെ സച്ചിദാനന്ദൻ നടത്തിയ പരാമർശം പാർട്ടിക്കുള്ളിലെ സൈബർ വിങ്ങിനെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. താൻ എഴുതിയതൊന്നും വായിക്കാത്തവർ എന്നാണ് അദ്ദേഹം വിമർശകരെ വിശേഷിപ്പിച്ചത്. ഇത് അറിവും രാഷ്ട്രീയ ബോധവുമില്ലാത്ത സൈബർ ആക്രമണങ്ങൾക്കെതിരെയുള്ള ഒരു സാംസ്കാരിക നായകന്റെ രോഷമായി കണക്കാക്കാം. സച്ചിദാനന്ദനും കരിവെള്ളൂർ മുരളിയും തമ്മിലുള്ള ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൗരവകരമായ ചർച്ചകളിലേക്ക് വഴിമാറുമെന്ന് ഉറപ്പാണ്. ഇത് വെറുമൊരു വാക്കേറ്റമല്ല, മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയവും സാംസ്കാരിക ബോധവും എങ്ങോട്ട് സഞ്ചരിക്കണം എന്നതിനെ കുറിച്ചുള്ള വലിയൊരു സംവാദത്തിന്റെ തുടക്കമാണ്.